നേതൃത്വത്തിൽ വനിതാ പുരുഷ ബറ്റാലിയനുകളുടെ നേതൃത്വത്തിൽ ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിച്ചതിനു ശേഷം ഘോഷയാത്രകൾ ഓരോന്നും ഈ വിഗ്രഹ ഘോഷയാത്രകൾ ഓരോന്നും ഇപ്പോൾ പത്മനാഭപുരം ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 3 ദിവസമായി നടന്നു വരുന്ന ഘോഷയാത്രയാണ്. പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയ്ക്ക് നാടും നഗരവും വരവേൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഓരോ ഘോഷയാത്ര ചെല്ലുന്ന ഓരോ ഇടങ്ങളിലും ഭക്തജനങ്ങൾ കൂട്ടമായി എത്തുന്നു, ഭക്തജന സഹസ്രമായി മാറുന്ന ഒരു കാഴ്ചയും കണ്ടു. അങ്ങനെ ഒടുവിൽ ആ മുഹൂർത്തത്തിന് കൂടി സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. ഇതാ ഈ 300 അംഗയും കുമാരസ്വാമിയും തേവാരക്കെട്ട് സരസ്വതിയും തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ അനന്തപുരിയുടെ മണ്ണിൽ ശ്രീപത്മനാഭന്റെ മണ്ണിൽ എത്തിയിരിക്കുകയാണ്. ഓരോ യാത്ര ചെല്ലുന്ന ഓരോ സ്ഥലങ്ങളിലും ഭക്തജനങ്ങൾ കൂട്ടമായി വരവേൽക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. അനന്തപുരിയിലേക്ക് എത്തിയപ്പോൾ, ശ്രീപത്മനാഭന്റെ മണ്ണിലേക്ക് എത്തിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഭക്തജന കടലായി മാറുന്ന കാഴ്ചയും കണ്ടു. ഇപ്പോൾ ഓരോ വിഗ്രഹങ്ങളും ശ്രീപത്മനാഭന്റെ മുന്നിലേക്ക് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭക്തജന കടൽ ആയി മാറുന്ന ഒരു കാഴ്ചയും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് മുമ്പാണ് പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്ന് ഈ ദേവതമാർ യാത്ര തിരിക്കുന്നത്. വേളിമല കുമാരസ്വാമിയും കുന്നൂറ്റിതങ്കയും തേവാരക്കെട്ട് സരസ്വതിയും പത്മനാഭസ്വാമിയുടെ മണ്ണിലേക്ക് യാത്ര തിരിക്കുന്നത് ആ ഓരോ യാത്ര കടന്നു ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം ആവേശമായി മാറുന്നത് കാഴ്ചയും കണ്ടു. ഒടുവിൽ പത്മനാഭന്റെ മണ്ണിലേക്ക് യാത്ര എത്തിയിരിക്കുന്നു. ഓരോ സ്ഥലങ്ങളിലും പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ ഉണ്ട്, അതീവ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭക്തർ എത്തുന്ന സ്ഥലങ്ങളിലെല്ലാം കനത്ത സുരക്ഷയും ഉണ്ടായിരുന്നു. യാത്രയുടനീളം പോലീസിന്റെ സുരക്ഷയും തമിഴ്നാട് പോലീസും കേരള പോലീസും സംയുക്തമായി ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിക്കുന്ന കാഴ്ചയും കണ്ടു. പണ്ട് തിരുവിതാംകൂറിന്റെ ഭാഗമായി നടന്ന ആ സമയത്തുണ്ടായിരുന്ന അതേ ആചാര പൊലിമയോടുകൂടി തന്നെ പിന്തുടർന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതെന്നാണോ പൂർവ്വകാലങ്ങളിൽ ആചരിച്ചു വന്നത്, ആചരിച്ചു വന്ന ആചാരത്തിന് ഒരു തരത്തിലുള്ള കോട്ടവും സംഭവിക്കാത്ത രീതിയിൽ ഇന്നും പിന്തുടർന്നൊരു കാഴ്ചയും ഇവിടെ നിന്ന് കാണാൻ കഴിയും. എന്തായാലും ആ ഒരു ധന്യ മുഹൂർത്തത്തിലാണ് അനന്തപുരി സാക്ഷിയായിരിക്കുന്നത്. കിള്ളിപ്പാലത്ത് വെച്ചാണ് 3 ദേവതകളും ഒരേ അപ്പുറത്തേക്ക് ചരിത്രവും പാരമ്പര്യവും ഐതിഹ്യവും ഒക്കെ ഓർമ്മിപ്പിക്കുന്ന ഘോഷയാത്രയാണ് ഈ നടക്കുന്നത്. വേണാടിന്റെ തലസ്ഥാനമായ പത്മനാഭപുരത്ത് നിന്ന് ആധുനിക കേരളത്തിന്റെയും അന്നത്തെ തിരുവിതാംകൂറിന്റെയും ആസ്ഥാനമായ ശ്രീ പത്മനാഭന്റെ മണ്ണിലേക്കുള്ള യാത്രയാണ്. കൽക്കുളം ശ്രീ പത്മനാഭപുരം കൊട്ടാരത്തിലെ തേവാരക്കെട്ടിൽ നിന്ന് സരസ്വതി ദേവിയും വേളിമലയിലെ കുമാരകോവിലിൽ നിന്ന് കുമാരസ്വാമിയും ശുചീന്ദ്രത്തിൽ നിന്ന് സ്ഥാനുമാലയ ക്ഷേത്രത്തിൽ നിന്ന് 300 അംഗയുമാണ് ആചാരപരമായ ഘോഷയാത്ര